ഈ ഇന്ന് കോളേജിൽ പോണില്ലേ? പഠിച്ചിടത്തോളമൊക്കെ മതി. അതാ നല്ലത്. അല്ലെങ്കിലും എന്റെ പഠിപ്പ് കൂടിയതിന്റെ കേട് ഇന്നാള് ഞാൻ കണ്ടതാ. അല്ല കല്യാണം തീരുമാനിക്കാൻ പോവാ ഞാന്. അത് ബാപ്പ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. മതിയടി. ഈ തറവാട്ടിൽ പെണ്ണുങ്ങൾ ഇഷ്ടം നോക്കണ പതിവ് പണ്ടേ ഇല്ല. ഇപ്പോഴും ഞാൻ തീരുമാനിക്കും. ഈ അത് സമ്മതിക്ക. ബുദ്ധിയില്ലാത്ത ചെറിയ കുട്ടിയല്ല ഞാൻ. എനിക്കുണ്ട് എന്റേതായ ചില തീരുമാനങ്ങൾ. എന്ത് തീരുമാനാടി? അന്തി അവളെ അധ്വാനിച്ച് അന്തി കന്നം വാങ്ങാൻ ഇരക്കുന്ന ഒരു പെറുക്കി ചെറുക്കനെ തന്നെ കെട്ടണമെന്നാണ് എന്റെ മോളുടെ വാശിയെങ്കില് ആ വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചോളെ. സുബൈർഖാന്റെ കൂടെ അല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടാവൂല. ബാപ്പാടെ പണക്കൊഴുപ്പ് കൊണ്ട് വല്ല അതിബുദ്ധിയും കാണിച്ചാല് എന്റെ മയ്യത്തുമേ താലി കിട്ടേണ്ടി വരും. ഉമ്മ 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 ദാ വരുന്നടാ. എന്തേ കബീർക്ക? ഇവിടെ ഉണ്ട്. എന്നാ ഇങ്ങോട്ട് ഇക്കാക്കനെ വിളിക്കേ. ആ പിന്നെ വലിയ താത്തനെ വിളിച്ചോളി. എടാ നൂർജാനെ വിളിച്ചാ. ഇതാ കബീർക്ക 1,00,000 രൂപയുണ്ട്. ഇതാ ഉമ്മാന്റെ കൈ കൊണ്ട് തന്നെ കൊടുത്തോളി. വീടിന്റെ ആധാരം പണയപ്പെടുത്തി. അല്ലേലും അതിവിടെ ഇരുന്നുകൊണ്ട് വലിയ കാര്യമില്ല. ബ്ലേഡാണ്. ബാങ്കിൽ നിന്ന് കായ എടുക്കാൻ കുറച്ച് താമസിക്കും, അതുകൊണ്ട് എടുത്താ. നമ്മുടെ കുഞ്ഞാണ്ടിച്ചേട്ടന്റെ കടയില്ലേ, അത് കൊടുക്കാത്രേ. ഓനെന്തിന് പൈസ കാലത്ത് കച്ചവടം? മക്കളെ 3 ദുബായിലല്ലേ. അതുകൊണ്ടാ മൂപ്പര് കട കൊടുക്കണത്. അത് നമുക്ക് മേടിക്കാം. എന്നിട്ട് അതിൽ കബീർക്ക കച്ചവടം ചെയ്തോട്ടെ. ലോൺ എടുത്ത വകയില് മുതലും പലിശയും ചേർത്ത് 2,000 രൂപയോ മാർവാടിക്ക് അടച്ചാ മതി. ഇതമ്മ, ഇത് ഇങ്ങടെ കൈ കൊണ്ട് തന്നെ കൊടുത്താളി. ബിസ്മി ചൊല്ലി എന്റെ മോന്റെ പേടിക്ക്. അനക്ക് പടച്ചോൻ നല്ലതേ വരുത്തൂ. ഇത്ര നാളും കബീർക്ക പലതും ചെയ്തിട്ടും ഒന്നും പറയാത്തവനാ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ കബീർക്കാന്റെ മനസ്സ് വിഷമിക്കണ്ടല്ലോ എന്നോർത്ത്. പക്ഷേ ഇനിയും കാക്ക പഴയ കളി കളിച്ചാൽ നമുക്കെല്ലാവർക്കും പെരുവഴിയിൽ ഇറങ്ങേണ്ടി വരും. ഇനി അതുണ്ടാവരുത്. മാറാത്ത പ്രായത്തിൽ ഒരു കുടുംബത്തിന്റെ പാറത്താലേറ്റവനാണ് ഇവൻ. ഇനിയെങ്കിലും പഠിച്ചോന്ന് വിചാരിച്ച് ഓന്റെ മനസ്സ് വേദനിപ്പിക്കല്ല കബീറെ. ഇനി ഒരിക്കലും തലറിഞ്ഞ് നടക്കൂലുമ്മ. എന്റെ മോളാണ് സത്യം. കബീർക്ക, എന്താ സുബേറെ, എന്താണ്ടായേ? നമ്മുടെ സുറുമയെ കാണാനില്ല. ഓള് കോളേജിലേക്ക് പോയതാ. പൊരയില് ഉമ്മയും നൂർജാത്തി ആകെ നിലവിളിയാ. ഞാൻ എന്തു പറഞ്ഞിട്ട് ഓരിക്കൊരു സമാധാനാവണില്ല. ഈ ബേജാറാവണ്ട സുബേറെ, ഓള് വരും. സമയം അതിന് മാത്രം ആയിട്ടില്ലല്ലോ. ഈ ഓളുടെ കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി നോക്ക്. ഇല്ല, ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവിടേക്കാ വന്നോ? ഇല്ലേ? ശരി, ഞാൻ പിന്നെ വിളിക്കാം. എന്തായി മോനെ, ഓള് വല്ല വിവരം കിട്ടിയോ? കോളേജിലെ കോളിന്ന് ചെന്നിട്ടില്ല ഉമ്മച്ചി. അറിയാവുന്ന കൂട്ടുകാരികളോടൊക്കെ ഞാൻ ചോദിച്ചു. അവരാരും ഓളെ കണ്ടിട്ടില്ല. സുബേറെ, ഇത് സുറുമയുടെ മുറിന്ന് കിട്ടിയതാ. സുബർക്കായ, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ ഞാൻ ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഞാൻ ഒരാളുമായി ഇഷ്ടത്തിലാണ്. സ്വർണവും സ്ത്രീധനവും വേണ്ടാതെ എന്നെ മാത്രം മതിയെന്ന് അയാൾ പറഞ്ഞപ്പോ ആ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ തോറ്റുപോയി.
ഉമ്മയും സുബർക്കയും എന്നെ ശപിക്കരുത്. എന്നെ ഓർത്ത് സങ്കടപ്പെടരുത്. സ്നേഹത്തോടെ. എന്താണ് മോനെ? ഓള് നമ്മളെയൊക്കെ വിട്ട് വേറെ ഏതോ ഒരുത്തന്റെ കൂടെ പോയി ഉമ്മ. എന്റെ റബ്ബേ, എന്താണ് സുബൈറേ ഈ പറയുന്നത്? ഇപ്പൊ എന്തായി? ഉമ്മയും മോനും കൂടി കൊഞ്ചിച്ച് ഭക്ഷണാക്കിയതല്ലേ? അനുഭവിച്ചോളി. മതി. എന്താ കബീർക്ക ഇത്? എരുതിയിൽ എണ്ണ ഒഴിക്കണ പോലുള്ള വർത്താനം പറയാ. പിന്നെ ഞാൻ എന്താ വേണ്ടേ? ഇമ്മാര് വൃത്തിയോടൊക്കെ കണ്ടില്ലെന്ന് അടിക്കണോ? ഞാൻ ഏതായാലും ഒരു കാര്യം തീരുമാനിച്ചു. പെങ്ങൾ ഒളിച്ചോടി പോയി തറവാട്ടി നിൽക്കാൻ എനിക്കൊരല്പം ബുദ്ധിമുട്ടുണ്ട്. അതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായി കബീർക്ക? അനക്കെല്ലാം നിസ്സാരാ. എനിക്ക് വളർന്നു വരുന്നൊരു പെൺകുട്ടിയാ. ഓളുടെ ജീവിതം കൂടി ഞാൻ നോക്കണ്ടേ? ഈ എന്ത് കുന്താ നോക്കിക്കണേ? അന്റെ മോളെ ഡ്രസ് എന്താ എടുത്തോ? ഇപ്പൊ സുബൈറേ, ഈ പറി ഓരോട് പോണ്ടാന്ന്. വേണ്ടുമ്മ, അവര് വെക്കോട്ടെ. ഞാൻ പറഞ്ഞ കേൾക്കണ കബീർക്കല്ല ഇപ്പം. ഈ ദുനിയാവിൽ ആരൊക്കെ പോയാലും നിക്ക് എന്റെ ഉമ്മയുണ്ടല്ലോ, അത് മതി. മോനെ, കൊച്ചുപ്പേ മരണ എന്റെ കൂടെ. എന്നാലേ ഞാൻ പോവും. എന്റെ മോളിപ്പോ പോയിക്കോ, വന്നോളാം. വലിയ മണം പോണേ. ഇങ്ങോട്ട് പാടി. സുബൈറിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല മുതലാളി. എനിക്കത് കേട്ടിട്ട് ഒരു അതിശയം തോന്നുന്നില്ല ഉസ്മാനെ. ഈ ദുനിയാവില് പല പെണ്ണുങ്ങളെയും നമ്പാൻ പറ്റൂല, ബുദ്ധിയില്ലാത്തവനാണെങ്കിലും. പലപ്പോഴും നീ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വയസ്സുകാലത്ത് എന്തിനാ ഈ കോമാളി വേഷം കെട്ടി നടക്കുന്നതെന്ന്. അന്നൊക്കെ ഞാൻ എന്റെ മെക്കെട്ട് കയറിയിട്ടുണ്ട്. നിനക്കറിയോ, ഞാനൊരു പെണ്ണ് കെട്ടിയതാ, നല്ലൊരു ജീവിത സ്വപ്നം കണ്ടതാ. പക്ഷേ എല്ലാം ചില്ലൊട്ടാലും പോലെ തകർന്ന് തരിപ്പണായല്ല. കല്യാണം കഴിഞ്ഞ 3 സൗന്ദര്യമില്ലാത്ത എന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല എന്നൊരു എഴുത്തും എഴുതി വെച്ച് എന്റെ ഭാര്യ പണിക്കാരന്റെ കൂടെ ഒളിച്ചോടിപ്പോയി. അന്ന് മുതൽ ഇങ്ങനെ ഓരോ കോമാളി വേഷം കെട്ടി ഞാൻ എന്നോട് തന്നെ പ്രതികാരം വീട്ടുകയാണടാ. മുതലാളി കരയണ്ട. അല്ലെങ്കി എന്താപ്പ നമ്മളീ നാട്ടിൽ നടക്കണേ? ഓരോരുത്തര് പറഞ്ഞത് കേക്കണം. രാപ്പകലില്ലാതെ ഗൾഫിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ പെണ്ണുങ്ങള് ഈ നാട്ടില് കാട്ടിക്കൂട്ടുന്ന പുകിലെന്താ? ആ, എല്ലാം കാലത്തിന്റെ ഒടു. അള്ളാന്റെ റസൂല് കേമനാളിനെ പറ്റി ഖുർആനിൽ പറയുന്നത് എല്ലാം നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ തെളിയല്ലേ? മടുത്തു ഉസ്മാന്റെ ജീവിതം. മരണത്തെ പറ്റി ചിന്തിക്കുമ്പോ ഒരു മനുഷ്യനായി ജീവിക്കണമെന്നൊരു തോന്നൽ. അതൊക്കെ നല്ല കാര്യം തന്നെ മുതലാളി. ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കി പടച്ചവനോട് തൗബ ചെയ്ത എല്ലാ തെറ്റുകളും പടച്ചവൻ പൊറുക്കും. എനിക്ക് 10ഉം 14 ഒന്നുമില്ല, ഒറ്റ മോളുള്ളൂ. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ നോക്കാം. അതിനിപ്പോ ഞങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ലല്ലോ ആചാര്യ. അതുകൊണ്ടല്ല, ആചാര്യ കാര്യങ്ങൾ പറഞ്ഞാണ്. ഒരു ഡോക്ടറെ തന്നെ മരുമകനായി കിട്ടണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. ഏതായാലും അത് സാധിച്ചു. ഉറുപ്പ്യ 1-2 അല്ല, 50 ലക്ഷം ഞാൻ അവനോട് ചെലവാക്കിയത്. സംസാരിച്ചിരുന്ന നേരം പോവും. നിങ്ങളെ മോളെ വിളിക്ക്. മോളെ സുമി, ഈ ചായ കിട്ടെടുത്തോ. വരുന്നുണ്ട്. രണ്ടുപേർക്കും സംസാരിക്കാണ്ടെങ്കി അങ്ങോട്ട് മാരുന്ന് സംസാരിച്ചോളിന്ന്. എനിക്ക് മൂപ്പരോടായിട്ട് ഒന്നും പറയാനില്ല. എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് എല്ലാവരോടും കൂടിയിട്ടാ. നിങ്ങൾ എന്നെ പറ്റി എന്താ വിചാരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. എന്റെ മനസ്സിൽ ഞാൻ ഒരാളെ നിക്കാഹ് കഴിച്ചിട്ടുണ്ട്.
അത് മറന്ന് നിങ്ങളെ ചതിക്കാൻ എനിക്കാവില്ല. എടീ, ആചാര്യ ഇരിക്കുക അവിടെ, ഇരിക്കേ ഇരിക്കേ. ഓളങ്ങൾ തല്ലരുത്. ഈ സ്നേഹം എന്നൊക്കെ പറയുന്നത് പിടിച്ചു വാങ്ങാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളൊക്കെ മക്കളുടെ ഇഷ്ടം അനുസരിച്ച് പ്രവർത്തിക്കണം. നല്ല ബന്ധാച്ചാ നിങ്ങളാണ് നടത്തി കൊടുത്താളി. സ്നേഹിക്കുന്ന അവർ രണ്ടുപേരും പിരിച്ചിട്ട് എനിക്ക് അവളെ നിൽക്കാൻ കഴിക്കണ്ട. മീനൊന്നും കിട്ടിയിട്ടില്ല. ഈ പോയി അങ്ങാടിന്ന് വല്ല മീനും വാങ്ങിട്ട് വാ. അനക്ക് മീനില്ലാതെ ചോറുന്നാൻ പറ്റൂലല്ലോ. ചെല്ല്. ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ല ഉമ്മച്ചി. ഒരുമിച്ചുള്ള ഊണും ഉറക്കവും അതൊക്കെ ഇന്നൊരു ഓർമ്മകളല്ലേ. അനക്ക് പടച്ചോൻ ഇങ്ങനെയൊക്കെ വിധിച്ചിട്ടുണ്ടാവും. ഇന്റെ മോൻ വേദനിക്കണ്ട. പടപ്പുകൾ തോൽപ്പിച്ച ഈ തോൽക്കൂലടാ. പടച്ചോ തോൽപ്പിച്ചാലേ. സുബൈർക്ക, സുബൈർക്ക, സുബൈർക്ക. എത്ര നാളായി സുബൈർക്ക എന്നെ കണ്ടിട്ട്? എന്നെ മറന്നുല്ലേ? സുറുമി പോയതും കബീർക്ക വീട് മാറിപ്പോയതും ഞാൻ അറിഞ്ഞു. സുബൈർഖാൻ എന്നെ ആശ്വസിപ്പിക്കാൻ പോലും എനിക്ക് ഇവിടുന്ന് വരാൻ പറ്റൂല. സുബൈർഖാൻ സൂക്ഷിക്കണം. ബാപ്പാന്റെ സ്വഭാവം നിങ്ങൾക്കറിയാലോ. നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ബാപ്പ എന്തൊക്കെയോ തീരുമാനം എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ ജീവിക്കണമെന്ന് വലിയ ആഗ്രഹമില്ല സുമി. ഒരായുസ് കൊണ്ട് ഞാൻ കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയ എന്റെ കുടുംബം പോലും ഇന്ന് എനിക്കില്ല. എന്റെ അനുജത്തി, എന്റെ ഇക്കാക്ക എല്ലാം എന്നെ ഇട്ടെറിഞ്ഞു പോയില്ലേ. ഞാനിപ്പോ ആർക്കും വേണ്ടാത്തവനാ സുമി. സുബൈർഖാൻ ഇന്ന് കണ്ടത് നന്നായി. ഞങ്ങൾ ഇവിടുന്ന് പോവാം. വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി എന്റെ മനസ്സ് മാറ്റി കല്യാണം കഴിപ്പിക്കാനാ ബാപ്പാന്റെ പരിപാടി. ഒരു കണക്കിന് അതാ നല്ലത്. നീ പോയി കല്യാണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ജീവിക്കാം. അനക്ക് നല്ലത് വരാൻ പടച്ചോനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. സുബേറെ, എന്താ എന്റെ പരിപാടി? ഉറുപ്പ്യ ഒന്നും രണ്ടും അല്ല, 1 ലക്ഷം ഞാൻ എണ്ണി തന്നത്. മുതലും പലിശ അടക്കം കായ് കുറെ ഈ തരാറുണ്ട്. അരയ്ക്ക് താഴെ തളർന്ന എന്നെ കൊണ്ട് ഇതൊന്നും തരാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 10 ദിവസം അനക്ക് ഞാൻ തരാം. അതിന്റെ ഉള്ളില് ഈ പെര ഒഴിഞ്ഞു തരണം. ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ സുബേറിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഈ പെര ഒഴിയുന്ന കാര്യേ. മോനെ, വയ്യാത്ത ഇവനെയും കൊണ്ട് ഞാൻ എങ്ങോട്ടാ പോവാ? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇതെന്റെ തൊഴിലാ, എനിക്കിത് ചെയ്യണം. പടച്ചോനെ, എന്റെ മോനക്ക് ഈ ഗതി വന്നല്ലോ. സാരമില്ലമ്മ, ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഞാൻ പഠിക്കുന്നുണ്ട്. എന്റെ സങ്കടം അതല്ല. ഈ വീട്ടിൽ നിന്ന് നമ്മളെ അവരിറക്കി വിട്ടാൽ ഈ ഉമ്മാന്റെ കൈയും പിടിച്ച്
വയ്യാത്ത ഞാൻ എങ്ങടാ പോവാ പടച്ചോനെ. ഒരു തുള്ളി കഞ്ഞി കിട്ടിയിരുന്നെങ്കിൽ. അതിന് അരിവുണ്ടോ അമ്മ? അരി ഞാൻ നബീസാന്റെ പൊരേന്ന് വായ്പ വാങ്ങിയിട്ടുണ്ട്. ഉമ്മ ഇപ്പൊ കഞ്ഞി ഉണ്ടാക്കി തരാം. നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. അന്നു വിടർന്ന പൂക്കാലം ഇന്ന് കൊഴിഞ്ഞു സൗഭാഗ്യം, ഈ നിഴലിൻ മാറിൽ വീണുടഞ്ഞു ജീവിതം നിർഭാഗ്യം. നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. കാണുവാൻ കണ്ണുള്ള നാൾ കൂടുമോയി സൗഹൃദം, പിരിയുമീണകൾക്കിനി നൊമ്പരം നറുതേൻ കണം. കാനനമാകും മനസ്സിൻ ചുഴിയിൽ നീറിപ്പുകയും വലയമേ, കാനനമാകും മനസ്സിൻ ചുഴിയിൽ നീറിപ്പുകയും വലയമേ. മറഞ്ഞുപോയി ആ നല്ല നാൾ ഇനിയും പൂവിടുമോ? നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. മുൾപടർപ്പിൻ വീതിയിൽ ഭാരം ചുമക്കും കാളയായി വഴിദൂരമറിയാതലയുമീ അണയാതയകലും തിരകളായി. കാതര ഹൃദയം ഇനിയും തേങ്ങി കാവലനിയോ കാലമേ, കാതര ഹൃദയം ഇനിയും തേങ്ങി കാവലനിയോ കാലമേ. പോയൊരാവുകൾ ഇനി സുഖങ്ങൾ പെയ്തിടുമോ? നോവെറിയുന്നു നെഞ്ചിൽ തീ കനലെരിയുന്നു, മിഴി നിറയുന്നു തമസിൻ നിഴൽ വിരിയുന്നു. അന്നു വിടർന്ന പൂക്കാലം ഇന്ന് കൊഴിഞ്ഞു സൗഭാഗ്യം, ഈ നിഴലിൻ മാറിൽ വീണുടഞ്ഞു ജീവിതം നിർഭാഗ്യം. നോവെറിയുന്നു
നെഞ്ചിൽ തീ കനലരിയുന്നു, മിഴി നിറയുന്നു, തമസിൻ നിഴൽ വിരിയുന്നു. എന്താ കാതർക്ക, പാലും കൊണ്ടാണല്ലോ വരവ്? സുബൈ വാങ്ങ് കൊടുക്കണം മുന്നേ. പാലായിട്ട് വരുന്നോന്നല്ലേ നമ്മുടെ സുബൈർ. ഓനിപ്പം കിടപ്പിലായി പോയില്ലേ. വലിയ കഷ്ടാ ഓന്റെ കാര്യം. ഞാനിപ്പോ ആലോചിക്കണതല്ല, ഓനൊരു ഏട്ടണ്ടല്ലോ കബീർ, ഓനെ മനസ്സിനിലേക്ക് എണ്ണാൻ പറ്റുമോ? ഒരു കുടുംബത്തിന് വേണ്ടി രാവും പകലും ഇല്ലാതെ നായി ചത്ത പോലെ ചത്ത ചെക്കണ. ഒന്ന് വെതം കെട്ടപ്പോ ഒരാളും ഇല്ല. ദുഷ്ടനെ പടച്ചോൻ പന പോലെ വളർത്തുന്നല്ലേ കാതർക്ക. സുബൈറിന്റെ വേർപ്പൊഴുക്കിയിട്ട് 4 നേരം നക്കാൻ കൊടുത്തിട്ട് ഇപ്പൊ എന്തായി? അതാ പറയണത്, ഒരാളി ഈ ലോകത്ത് സഹായിക്കരുത് എന്ന്. ആ തള്ളേന്റെയും വയ്യത്തോന്റെയും കണ്ണീര് വീണിട്ടുണ്ടെങ്കിൽ ഗതി കിട്ടൂലോ അവർക്ക്. ഒന്നും ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കബീറിനൊന്ന് ഉപദേശിച്ചതാ. അപ്പൊ ഓൻ പറയാ അത് ഞമ്മളെ കുടുംബകാരിയാണ്, നിങ്ങൾ ഇടപെടണ്ട. മനുഷ്യസ്നേഹികൾക്ക് ഈ ദുന്യാവിൽ ആയുസ് കുറവാന്ന് പറഞ്ഞത് വെറുതെ അല്ല. പക്ഷെ എന്റെ മനസ്സ് പറയുന്നുണ്ട്, സുബൈറിന് അത്ര പെട്ടെന്നൊന്നും പടച്ചോൻ വിളിക്കൂലെന്ന്. അത് ഈ പറഞ്ഞ കാര്യ, അത്രയ്ക്ക് നല്ല മനസ്സാവണ്ടേ. ഓന്റെ സന്തോഷവും സങ്കടമൊക്കെ ഇടക്ക് കാണുമ്പോ എന്നോട് പറയും. തമാശക്കാണെങ്കിലും ഞാനും പറയും, ഒരലിന്റെ സങ്കടാണല്ലോ ഈ മദ്ദളത്തോട് പറയണതെന്ന്. എന്നാ പോട്ടെ കാതർക്ക. പോട്ടട്ടാ. ശരി എന്നാ. ഒന്ന് 4 6 7 12 13. ഇന്നെന്താ കട ഇത്ര നേരത്തെ അടച്ചത്? മേലും കയ്യൊക്കെ ഭയങ്കര വേദന. കൊച്ചിപ്പ വയ്യാതെ കിടന്നിട്ട് ഉപ്പ എന്താ കാണാൻ പോവാത്തെ? കൊച്ചിപ്പ പാവല്ലേ ഉപ്പ? എന്ത് ഇഷ്ടാന്നറിയോ കൊച്ചിപ്പാക്ക്? മോൾ അവിടെ ഇരുന്ന് പഠിക്കും. മോളുടെ ബുദ്ധി പോലും ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്. മരുന്നിന് പോലും പൈസ ഇല്ലാണ്ട് നരകിക്കാ പാവം. അനക്കിതല്ലാണ്ട് വേറൊന്നും പറയാല്ലേ? പിന്നെ ഞാൻ എന്താ പറയാ? നിങ്ങൾ നന്നായി കാണാൻ ഇന്നെക്കാളും കൂടുതൽ പ്രാർത്ഥിച്ചവനാ സുബൈർ. നിങ്ങൾക്കൊരു കച്ചവടം തുടങ്ങാൻ വേണ്ടിട്ടല്ലേ 1 ലക്ഷം ഉറുപ്പിക ഓൻ പലിശക്കെടുത്ത് തന്നത്. അതിന്റെ പേരിൽ ഇപ്പോ കിടപ്പാടം പോലും നഷ്ടപ്പെട്ടിരിക്കുക ആ പാവത്തിന്. ഓന്റെ കണ്ണീർ വീണാല് ഒരു കാലത്തും ഗുണം പിടിക്കില്ല നമ്മള്. അല്ലാ, അസ്സലാമലൈക്കും. വലൈക്കും സലാം. എന്റെ കഥകളൊക്കെ ഞാൻ അറിഞ്ഞു. ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു സിയാറത്ത് ഉണ്ടായില്ല. അനക്ക് സുഖാണോന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ കേറിയിരിക്കേ, ഞാൻ ചായ ഉണ്ടാക്കാം. ഇപ്പൊ വേണ്ട. ഇത് വെച്ച സുബൈറെ, ഇതുകൊണ്ടൊന്നും ആവൂലെന്ന് എനിക്കറിയാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിനക്ക് മരുന്ന് വാങ്ങാണെങ്കിൽ ഉപകരിക്കും. ഈ മനസ്സ് വേദനിപ്പിക്കേണ്ട സുബൈറെ, ഇതിലും വലിയ സൂക്കടൊക്കെ വന്നിട്ട് ആൾക്കാർക്ക് മാറിയിട്ടുണ്ട്. അന്റെ സങ്കടം പടച്ചോ കേൾക്കാതിരിക്കൂല. ഈ നാടിന്റെ നാട്ടുകാരി മുഴുവൻ പ്രാർത്ഥന ഉണ്ടാവും എനിക്ക്. കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? നാളെ മറ്റന്നാളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കും. നിങ്ങൾ കബീറിനോട് കാര്യം പറഞ്ഞില്ലേ? ഓനക്ക് വേണ്ടിട്ടല്ലേ കടം മേടിച്ചത്? കായിന്റെ കാര്യം പോട്ടെ, എന്റെ മോൻ ഇവിടെ ഇങ്ങനെയൊക്കെ കിടന്നിട്ടും ഒന്നും വന്നിട്ട് കാണാനുള്ള സന്മനസ് കാണിക്കാത്തവനാണ് ഓന്. ഓനെ അങ്ങനെ എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തണ്ട. മനുഷ്യന്മാരുടെ അവസ്ഥയല്ലേ. ഓന് ചിലപ്പോ വന്ന് കാണാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല.
അന്റെ ഈ വലിയ മനസ്സ് കാണാൻ ഓൻ പറ്റാണ്ട് പോയല്ലോ. ഇവിടുന്ന് ഇറങ്ങിയാല് തെരുവിൽ പോയി കിടക്കേണ്ടി വരില്ല. എനിക്കും ഉണ്ടാടാ ഒരു വീട്. അനക്കും ഉമ്മാക്കും എപ്പം വേണമെങ്കിലും അവിടെ വരാം. ആരും ഒന്നും പറയൂല. എന്നാ നമ്മൾ പോട്ടെ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ അന്റേക്കൊന്നും മേടിക്കാൻ വന്നതല്ല മോനെ. ശല്യം. അന്റെ ചോരോരുത്തൻ അവിടെ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നുണ്ടടാ. എന്റെ മോന് സന്തോഷം വരുന്നൊരു കാര്യം പറയാൻ പോവുക. അനക്ക് വേണ്ടി കടം വാങ്ങിയ കായിന്റെ പേരിൽ എന്നെ സുബൈറിനെ ഒരേ നേർക്ക് വിടാൻ വേണ്ടി പോവുക. അനക്ക് മനസ്സ് കുളിരുന്ന കാഴ്ച കാണാൻ വേണ്ടിട്ട് ഈ അവിടെ വരണം. അനക്ക് എന്ത് തിരക്കുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വരണം. ഉമ്മ പോട്ടെ. അയ്യോ, എന്തിനിപ്പോ അങ്ങോട്ട് വന്നത്? ഞാൻ മിണ്ടരുത്. എന്തിനിങ്ങോട്ട് വന്നത്? എന്നെ ഇവിടെ ആർക്കും കാണണ്ട. ഉമ്മ ഒന്നും പറയണ്ട, മോളിങ്ങി വന്നേ. ഈ കരയരുത്. എന്റെ കെട്ടിയോ ചോദിക്കല്ലേ കാക്ക. പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറയടാ, സ്നേഹിച്ച് കൊത്തി തീർന്നപ്പോ ഓരോന്ന് പാട് നോക്കി പോയി. അറിയോ ഉമ്മ, നിങ്ങൾ അകത്തേക്ക് പൊയ്ക്കോളി. എന്താ കുഞ്ഞിക്കൈ കാണുന്നേ? കുഞ്ഞാക്കന്റെ ചെറ കുടിഞ്ഞു മോളെ. അന്ന് ഒരിക്കലും കുഞ്ഞാക്ക കുറ്റപ്പെടുത്തുന്നില്ല. തെറ്റ് കുഞ്ഞാക്കയുടെ ഭാഗത്താ. ഞാൻ സമ്മതിക്കണം. ഈ വലിയ പെണ്ണായെന്നുള്ളതും അന്നെ കെട്ടിച്ചയക്കണമെന്നുള്ളതും കുഞ്ഞാക്ക മറന്നതല്ല. നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചില് അന്നെ കെട്ടിക്കാനുള്ള കാശ് കുഞ്ഞാക്കാക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അതാണ് സത്യം. ഈ കരയരുത്. എന്റെ കണ്ണിന് കാണാനുള്ള ശക്തി കുഞ്ഞാക്കില്ല. ഇതെന്റെ പഴയ കുഞ്ഞാക്കയല്ല. ജീവൻ മാത്രം പടച്ചും ബാക്കി വെച്ച് ശരീരം മരവിച്ച് മയ്യത്തായ കുഞ്ഞാക്കയാണിത്. മോളെ,
പെൺകുട്ടികളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ചില്ലിന്റെ കൊട്ടാര. അത് പുറത്തുനിന്ന് കാണാൻ നല്ല രസ. സൂക്ഷിച്ചില്ലെങ്കിൽ അതോടെയും. ഉടഞ്ഞാലോ അതൊന്നിനും പറ്റൂല. ഈ കരയണ്ട. നിങ്ങൾ എന്താ തീരുമാനിച്ചേ? നാളെ സുബേറിനെ ഉമ്മാനെ പോരേന്നിറക്കും. ആ എറണാകുളത്തുള്ള ഒളിച്ചോടി പോയി കെറ്റിയൊന്ന് ഉപേക്ഷിച്ച് വീട്ടിൽ വന്നിക്ക. തെറ്റി പറ്റാത്തവരായി ആരാ ദുനിയാവിലുണ്ടാവും കബീർക്ക? അവര് പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വന്നാല് നാട്ടുകാര് കുറ്റപ്പെടുത്തുക നമ്മളെ ആവും. സുബൈറെ, അന്നെന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറയാൻ പാടില്ലാത്താണെങ്കിലും ഞാൻ എന്നോടൊന്ന് ചോദിക്കട്ടെ. എൻ്റെ പെങ്ങളെ ഞാൻ കല്യാണം കഴിച്ചോളാം. അവൾക്കൊരു ജീവിതം കൊടുക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടടാ. എന്നോട് ചോദിക്കാനുള്ള വലിയ മനസ്സുണ്ടായില്ല. അത് മതി. ഓൾക്ക് ഇങ്ങനെയൊക്കെ പടച്ചോൻ വിധിച്ചിട്ടുള്ളൂ എന്ന് കരുതി സമാധാനിച്ചോളാം ഞാൻ. ഓൾക്ക് വേണ്ടി എന്റെ നല്ല ജീവിതം നശിപ്പിക്കണ്ട. വേണ്ട വേണ്ട, അവര് പുറത്തിറങ്ങി. ഉമ്മ, ആ ചാവി അങ്ങോട്ട് കൊടുത്തോളി. നമ്മളിനി എങ്ങോട്ടാ പോവാ കുഞ്ഞാക്ക? എനിക്കറിയൂല മോളെ. പടച്ചോൻ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവട. പെരുവഴിയല്ലാതെ ഇനി എന്തു വഴിയാവുമ്പോ നമ്മുടെ മുന്നില്? നിങ്ങള് പെരുവഴിയിൽ ഇറങ്ങുന്നത് കണ്ട് ആസ്വദിക്കാൻ വന്നതാവും അല്ലേ? ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ഒരു ഉപകാരം കൂടി ചെയ്യും. നിങ്ങളൊക്കെ കൊന്ന മയ്യത്തായി തിന്നാണ്. എന്നാലെങ്കിലും തീരട്ടെ ഈ കിടപ്പാകാം. അയാളെ ചത്ത പോകും. എന്തിനാ തടഞ്ഞു? ഓനെന്നെ കൊന്നോട്ടെ. അത്രയ്ക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട് ഞാൻ അവനോട്. ഇന്നിവിടെ നിൽക്കണ ഉമ്മറാജി ധനികനായ ഉമ്മറാജി ആയിട്ടല്ല, സ്വന്തം മകൾക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി എന്റെ മുമ്പിൽ വന്ന് യാചിക്കുന്ന യാചകനായിട്ട്. എന്തൊക്കെയാണ് ആചാരി പറയുന്നത്? അതേ ഖദീജാത്ത, എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ഇതുവരെ ജീവിച്ചേ. ഓളുടെ നന്മ കരുതിയാ ഞാൻ ഇതൊക്കെ ചെയ്ത്. പക്ഷെ ഓൾ എന്നെ തോൽപ്പിക്കുകയായിരുന്നു ഇവനെ സ്നേഹിച്ചുകൊണ്ട്. എന്റെ വാജിക്ക് എന്റെ മോളുടെ കല്യാണം ഞാൻ ഉറപ്പിച്ചു. നിശ്ചയം കഴിഞ്ഞു. അന്ന് രാത്രി
എന്താടി ഇത്? ഇല്ല, തരൂല ഇത് കൊണ്ടാ. തരൂല ഞാൻ. ഇത് കൊണ്ടാ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഉപ്പ എന്നോട് പൊറുക്കണം. എന്റെ ഇഷ്ടങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിലയില്ലാത്ത വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണ്. ജീവിക്കാനല്ല, മരിക്കാൻ. ഏതെങ്കിലും റെയിൽവേ ട്രാക്കിൽ ചിതറിക്കിടക്കുന്ന എന്റെ മയ്യത്ത് കാണാൻ നിങ്ങൾ വരരുത്. അതെനിക്ക് പൊരുത്തല്ല. എന്റെ ഇഷ്ടങ്ങൾക്ക് വിലയില്ലാത്ത ഈ ലോകത്ത് നിന്ന് എനിക്ക് ജീവിക്കണ്ട. ഈ ഒറ്റക്ക് പോകണ്ട, ഞാനും ഉണ്ട്. ഈ ഇല്ലാത്ത ലോകത്ത് ആർക്കു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്? ഈ അതിപ്പാനെ കൊല്ല്. ഉപ്പ ഉപ്പ അങ്ങനെയൊന്നും പറയല്ലേ. ഉപ്പ എന്നെവിടെ ഉണ്ടാവണം. ഉപ്പ തോറ്റുപോയി മോളെ. അന്റെ മുന്നിൽ, അന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ കാരണം സുബറിന്റെ കാല് തറന്നു. എന്റെ സമ്പാദ്യം മുഴുവൻ വിറ്റിട്ടാണെങ്കിലും ഞാൻ ഓൻ അനക്ക് കൊണ്ടുതരും. ഈ ദുനിയാവിലും എനിക്കാകെയുള്ള സ്വത്ത് ഈ ആ മോളെ. ഈ ഉള്ള വേണ്ടെന്ന് പറഞ്ഞ ഓളി ദുനിയാവ് ഇത് പോവും മോനെ. ഞാൻ എന്റെ കാല് പിടിക്കാം. ഹാജിയാരെ, പഴയതിലും തെണ്ടിയ സുബൈർ കണ്ട, കിടപ്പാടം വരെ നഷ്ടപ്പെട്ടിപ്പോ പെരുവഴിയില്ല. അതുകൊണ്ട് ഇത് വേണ്ട ഹാജിയാരെ. സുബൈറെ, കണക്കിൽ കവിഞ്ഞ് സ്വത്തുണ്ട് എനിക്ക്. പക്ഷേ അതിലെല്ലാം വലുത് എനിക്ക് എന്റെ മോള. എനിക്കുള്ളതെല്ലാം ഓൾക്കാടാ. എനിക്കൊന്നറിഞ്ഞാ മതി, എന്റെ മോളെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സുണ്ട് അനക്കെന്ന് പറഞ്ഞാ മതി. ജീവൻ മാത്രം അവശേഷിക്കുന്ന ഒരു മയ്യത്താണ് ഞാൻ. എന്നിട്ടും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് എന്റെ കുടുംബവും നിങ്ങളുടെ മോളും തന്ന സ്നേഹ. സന്തോഷമായടാ. എന്റെ പഠിച്ചോനെ